Okay, dear students, ഇന്ന് നമ്മൾ കാണുന്നത് elements of organizational behavior. There are 5 elements: individual, group, structure, technology and environment. First, let us see individual. നമുക്കറിയാം individual employees are the focal point or focus point of an organization. They work in the organization to satisfy the needs, egos and experience. Each employee has its own physical needs, psychological and social needs, for which he uses his own skills and experience. നമുക്കറിയാം ഓരോ എംപ്ലോയിക്ക് അവൻ്റേതായ സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് ഹ്യൂമൻ നീഡ്സ്, സോഷ്യൽ നീഡ്സ് ഒക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൻ അവരുടെ സ്കില്ലും എക്സ്പീരിയൻസും ഉപയോഗിക്കുന്നത്. ദെൻ there are large number of psycho, social and economic factors which affect human behavior at work. നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയറിൻ്റെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. സോ വി ഹാവ് ടു സ്റ്റഡി ആൻഡ് യൂസ് ദീസ് ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് മാനേജ്മെൻറ്റ് ടു മോൾഡ് ആൻഡ് മോഡിഫൈ ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. സോ വിത്ത് വി ടു മോൾഡ്, അവരുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യണം, മെരുക്കിയെടുക്കാൻ വേണ്ടി, മോഡിഫൈ ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റ് ഹാവ് ടു സ്റ്റഡി these factors which influence the behavior of the employees. Then എന്തിനു വേണ്ടിയിട്ടാണ് പഠനം നടത്തുന്നത്? with which the organization can achieve their goals by increasing the effectiveness and efficiency of the employees. ഓക്കെ, രണ്ടാമത്തെയാണ് ഗ്രൂപ്പ്. ഇപ്പോൾ ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പഠിക്കേണ്ടത് ഗ്രൂപ്പാണ്. നമുക്കറിയാം ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ആർ സെപ്പറേറ്റ്ലി ഒബ്സർവ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഡിസ്റ്റിങ്റ്റീവ്ലി സെപ്പറേറ്റ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള പെരുമാറ്റം, ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് എന്താണ്, ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് ഓർ ബിഹേവിയർ എന്താണ്? ഗ്രൂപ്പ് പെർഫോമൻസ് ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. നമുക്കറിയാം. സോ ഗ്രൂപ്പ് പെർഫോമൻസ് ഈസ് മോർ ഇഫക്റ്റീവ്. ദ ഗ്രൂപ്പ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ദാറ്റ് നീഡ്സ് ടു ബി സ്റ്റഡീഡ് ആൻഡ് റിസർച്ച്ഡ് ആണ്. റിസർച്ച്ഡ് ഓക്കെ ആഡ് ചെയ്യണം. സോ അപ്പം ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കണം വാട്ട് ഈസ് ദ ബിഹേവിയർ ഓഫ് ദ ഗ്രൂപ്പ്. We know that it is an accepted fact that group ആരാണ് സെറ്റ് ചെയ്യുന്ന ഗോൾസ്? ഗ്രൂപ്പ് സെറ്റ്സ് ഗോൾസ്, ഗ്രൂപ്പ് ബിഹേവ്സ്, ഗ്രൂപ്പ് തിങ്സ് ആൻഡ് ഗ്രൂപ്പ് ആക്ട്. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തികൾ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ബിഹേവിയർ, ഗ്രൂപ്പിൻ്റെ ഗോൾസ്, ഗ്രൂപ്പിൻ്റെ അംബീഷൻസ്, ഗ്രൂപ്പിൻ്റെ തിങ്കിങ്സ് ആൻഡ് ഗ്രൂപ്പ് ഓൾ ദീസ് ആർ ഇൻ്റർ റിലേറ്റഡ്. അതുകൊണ്ട് പറഞ്ഞു ഗ്രൂപ്പ്സ് ഹാവ് സിനർജി. എന്താ സിനർജി? സമന്വയിപ്പിക്കുന്നു. ഒരു സമന്വയം ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. ഇഫ് ഗ്രൂപ്പ് ബിഹേവിയർ ഈസ് ചാനലൈസ്ഡ് ടുവേർഡ്സ് ദ ഗോൾ അച്ചീവ്മെൻറ്റ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ബിഹേവിയർ ഷുഡ് ബി ചാനലൈസ്ഡ്, ഷുഡ് ബി ഡയറക്റ്റഡ് എങ്ങോട്ട്? ടുവേർഡ്സ് ഓർഗനൈസേഷണൽ അച്ചീവ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ഗോൾസ് വിത്ത് വിച്ച് വി ക്യാൻ ഹാവ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. അതുകൊണ്ട് നമ്മൾ OBയിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിനോടൊപ്പം തന്നെ ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഗ്രൂപ്പിൻ്റെ ഗോൾസ്, ഗ്രൂപ്പിൻ്റെ തിങ്കിങ്സ്, ഗ്രൂപ്പിൻ്റെ ആക്ട്, ഓൾ ദീസ് ഹാവ് ടു ബി സ്റ്റഡീഡ്. ഓക്കെ, മൂന്നാമത്തെയാണ് സ്ട്രക്ചർ. ദ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്. സ്ട്രക്ചറൽ റിലേഷൻസ്. വാട്ട് ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ഓർഗനൈസേഷന് ഘടന എന്താണ്? ആ സ്ട്രക്ചറൽ റിലേഷൻസ് ആർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് അറ്റ് വർക്ക്. ഓർഗനൈസേഷൻ്റെ ഘടനയിലുള്ള അവരുടെ ബന്ധം, അവരുടെ ബിഹേവിയർ ആർ ഓക്കെ. ദ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ഈസ് ദ ബേസിസ് ഓഫ് ഫോർമലൈസ്ഡ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഓർഗനൈസേഷണൽ കൾച്ചർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സ്ട്രക്ചേർഡ് റിലേഷൻഷിപ്പ്, ആ ഓർഗനൈസേഷൻ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ആ സ്ട്രക്ചറിലുള്ള അവരുടെ ബന്ധം, റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഫോർമലൈസ്ഡ് പോളിസീസ്. അല്ല, നമുക്കറിയാം ഫോർമലൈസ്ഡ് പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഓർഗനൈസേഷൻ്റെ കൾച്ചർ ഉണ്ടാവും, അതോറിറ്റി ആൻഡ് റെസ്പോൺസ്. നമുക്കൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് എ ഫ്രെയിംവർക്ക് ത്രൂ വിച്ച് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് വിതിൻ ആൻ ഓർഗനൈസേഷൻ. ദ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ രണ്ട് തരമുണ്ട് നമുക്കറിയാം, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. രണ്ടും ഇമ്പോർട്ടൻ്റാണ്. ഫോർമൽ റിലേഷൻഷിപ്പ്, ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്, ആൻഡ് വാട്ട് ഈസ് അതോറിറ്റി റിലേഷൻഷിപ്പ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം. അതാണ് ഫോർമൽ റിലേഷൻഷിപ്പ്.
രണ്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്, ഇൻഫോർമൽ റിലേഷൻഷിപ്പ്, that is also important. That is, these informal relationship are also more effective, and it also influence the effectiveness and efficiency of the organization. ഒരു ഓർഗനൈസേഷന് രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഫോർമൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്, ഓർ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആർ മോർ ക്രൂഷ്യൽ, ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് ഇൻഫ്ലുവൻസ് ദി എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതുകൊണ്ട് പറയുന്നു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് റെഡ്യൂസ്ഡ് ടു ഡിഫറെൻറ്റ് ഗോൾസ് ഓഫ് സ്ട്രക്ചറൽ പോയിൻറ്റ്സ്. അല്ല, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ഡിവൈഡഡ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ reduced to different structural points or departmental objectives. നമുക്കൊരു ഓർഗനൈസേഷണൽ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് maximum profit, then departmental objectives, each department has its own objectives. All these departmental objectives are coordinated towards organizational objectives. So we know that all these structural or departmental objectives, organizational objectives, all these are interrelated and interconnected. അതുകൊണ്ട് പറയുന്നു what is the structure relationship, organizational structure, formal structure and informal structure, and what is the relationship that also influence the behavior of the employees. മൂന്നാമത്തെയാണ് എൻവയൺമെൻറ്റ്. Environment has its own behavior which influences the behavior of people at work. നമുക്കറിയാം രണ്ട് എൻവയൺമെൻറ്റ് ഉണ്ട്, ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്. ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ദ behavior of the organization, behavior of the individuals, behavior of the group. അതിലാണ് വന്ന് ഗവൺമെൻറ് പോളിസീസ്, സോഷ്യൽ സിസ്റ്റം, religious belief, family condition, economic condition, social conditions, psychology of the employee, all these factors. Okay, then inside and outside the organizations have mutual influence on each other's behavior. There are two factors, inside factors and outside factors, that are also have mutual influence on the behavior of the employees. Environmental factors influence work behavior. Use of authority and responsibility, relationships and other related factors influence the behavior of the employees. അപ്പോൾ നമ്മൾ പഠിക്കണം what is the environment, internal environment and external environment, internal factors and external factors. All these factors influence the behavior of the employees. Okay, അടുത്ത് നമ്മളൊന്ന് ടെക്നോളജിയാണ്. നമുക്കറിയുന്നു ടെക്നോളജി ഈസ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഈസ് ദ focal point of modern organization. Technology results in better work because it incorporates technical skill, which includes the ability to apply specialized knowledge. When we use this specialized knowledge, that with which their skill can be increased, their efficiency can be increased. When people develop their technical skill, they get satisfaction at work. So we know that interpersonal roles, informational roles and managerial functions are improved. With the use of technology. Modern technology. When an organization use this modern technology and employees are aware of this technology and they use this technology, we know that interpersonal roles increases, informational roles increases, managerial functions are improved. So we know that employees get more satisfaction at work. As a result, human skills as well as conceptual skills are developed. Human skill develop ചെയ്യുന്നു, conceptual skills also develops, with which അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ സോ ദീസ് ആർ ദ 5 factors or 5 elements of OB. സോ ഒന്ന് ഇൻഡിവിജ്വൽ, രണ്ട് ഗ്രൂപ്പ്, തേർഡ് സ്ട്രക്ചർ ഓഫ് ദി സ്ട്രക്ചർ what is the structure of the organization, then what is the environment, internal environment and external environment, then technology. Okay.